ഹലോ. അപ്പോൾ നമ്മുടെ ടൂട്ടുമണി സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ LKGയിൽ ഒരാൾ ചേർന്നു കേട്ടോ. അപ്പം കുറച്ച് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫാൻസി ഡ്രസ്സിൽ ബ്ലഡാണ് തീമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫ്രിഡ്ജ് വാങ്ങിച്ചൊരു വലിയ പെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൻ്റെ ഹൈറ്റിനനുസരിച്ച് മുറിച്ചെടുക്കാട്ടോ ചെയ്തത്. ലാസ്റ്റ് പേനോണ്ട് അവർ സൈഡിലൊക്കെ കുത്തിയിട്ടുണ്ട്. അത് കവർ ചെയ്യാനായിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഫുള്ളും ഞങ്ങൾ പശ വെച്ച് ഒട്ടിക്കാട്ടോ ചെയ്തത്. രണ്ട് ദിവസം എന്നിട്ട് ഉണക്കാൻ വിട്ടതിന് ശേഷം കേട്ടോ പിന്നെ അതിലേക്ക് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫുൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വൈറ്റ് പെയിൻറ്റ് അടിക്കട്ടെ ചെയ്തത്. അവിടെ നിന്നും 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ റെഡ് പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. കാരണം നന്നായി ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ചു. അതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് അടിച്ചു. അതിൻ്റെ ബാക്കിൽ നമ്മൾ അവനെ ബോഡിയിൽ കെട്ടാനായിട്ട് നൂലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഒട്ടിച്ചതുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ള് ഉണങ്ങിയതിന് ശേഷം റെഡ് പെയിൻറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ച് നോക്കിയപ്പോഴാണ് അവന് അവിടെ മാത്രമായിട്ട് കെട്ട് വരുമ്പോൾ അവന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ തലയുടെ അവിടെ ഓട്ടയുടെ അവിടെയും കൂടിയും നമ്മളൊരു കെട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതും ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മളിന്ന് എഴുതാനാക്കി എടുത്തത് കേട്ടോ. അങ്ങനെ ഡൊണേറ്റ് യുവർ ബ്ലഡ് എന്ന് എഴുതാൻ വരുമ്പോഴേക്കും ഒരുത്തൻ വന്നിട്ട് വൈറ്റ് കളർ എടുത്തിട്ട് ആകെ ഇതാക്കി. വീണ്ടും ഉണക്കാൻ വെച്ചതിന് ശേഷം വീണ്ടും ആണ് പിറ്റേ ദിവസമാണ് അത് എടുത്തത്. അപ്പോഴും ഡൊണേറ്റ് എന്ന് എഴുതിയപ്പോൾ ഈടെ അവിടെ ഒരു സ്പേസും വീണു. മൂത്ത സ്കൂളിൽ പോയി കാരണം ഇവനെ വെച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ ഈടെ അവിടെ സ്പേസ് വന്ന കാരണത്തിൽ ഫാഷനൊക്കെ കൊടുത്ത